ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചതിനെതിരെ രമേശ് ചെന്നിത്തല. മണികുമാർ സർക്കാരിന്റെ ഏജന്റാണ്. സ്പ്ലിംഗർ ഉൾപ്പെടെ താൻ കൊടുത്ത കേസുകളിൽ വേണ്ട നടപടിയെടുത്തില്ലെന്നും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്നത് കള്ളക്കളിയാണെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി മണികുമാറിനെ നിയമിച്ചതിനാൽ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടില്ല. ഗവർണറുടെ ഈ തീരുമാനത്തിനു പിന്നിൽ CPM BJP ബന്ധമാണെന്നും ചെന്നിത്തല പറഞ്ഞു. മണികുമാറിന് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മാത്രം സംരക്ഷിക്കാനേ നിയമനം ഉപകരിക്കൂ. താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴുള്ള സ്പ്രിംഗ്ലർ അടക്കമുള്ള എല്ലാ പരാതികളിലും അടയിരുന്ന ജഡ്ജിയാണ് മണികുമാർ. നേരത്തെ മണികുമാറിനെ കമ്മീഷൻ ചെയർമാനാക്കാൻ വിസമ്മതിച്ച ഗവർണർ ഇപ്പോൾ പെട്ടെന്ന് ഒപ്പിടാൻ കാരണമെന്തെന്നും ചെന്നിത്തല ചോദിച്ചു. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സന്ദർഭത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ സർക്കാരിനെതിരെ കൊടുത്ത സ്പ്ലിംഗർ അടക്കമുള്ള എല്ലാ കേസുകളും അടയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇത്രയും നാളായി മണികുമാറിന്റെ നിയമനം പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഗവർണർ ഇന്ന് ഇത്തരമൊരു നിയമനത്തിൽ ഗവർണർ പൊടുന്നനവിനെ ഒപ്പിടാനുള്ള കാരണം BJPയും CPMും തമ്മിലുള്ള പുതിയ രാഷ്ട്രീയ ബാന്ധവമാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ മാത്രമല്ല മുന്നണിയിലെ മറ്റ് കക്ഷികളുടെയും കൊടിയുണ്ടായിരുന്നില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. പുതിയ പര്യടന രീതി അവലംബിച്ചതിനാലാണ് കൊടി ഉപയോഗിക്കാതിരുന്നത്. ഹൃദയത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന സന്ദേശം നൽകാനാണ് കൊടികൾ ഒഴിവാക്കിയതെന്നും ചെന്നിത്തല പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.